PFI എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ ഇന്ത്യയിൽ 2022 കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല നേതാക്കളും അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം PFI രാജ്യത്ത് തീവ്രവാദത്തെ കൊണ്ടുവരുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം PFI നിരോധിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ അബൂബക്കർ. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സാഹിത്യ അക്കാദമി ചെയർമാൻ K. സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള കുറെ സാംസ്കാരിക നായകന്മാർ എന്ന ലേബലിൽ ഇരിക്കുന്ന കുറെ എണ്ണം ആ ചെയർമാൻ സ്ഥാനം നൽകിയ പിണറായി സർക്കാർ ഒന്നും തന്നെ മൂന്നാമത് അധികാരത്തിൽ എത്തണമെന്നൊന്നും ഈ സാംസ്കാരിക നായകന്മാർക്ക് ഒരു ചിന്തയുമില്ല. അത് നല്ല കാര്യം. കാരണം പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്നാണ് കേരളത്തിലെ കൊച്ചു കുട്ടികൾ വരെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ ഈ അബൂബക്കറിന് ജാമ്യം അനുവദിച്ചേ തീരൂ എന്നാണ് ഈ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ പറയുന്നത്. ആരോഗ്യനില വഷളായി ഈ അബൂബക്കറിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പുവെച്ച സാംസ്കാരിക നായകന്മാരിൽ ആദ്യത്തെ പേരാണ് K. സച്ചിദാനന്ദൻ.